എല്ലാവർക്കും 2ാം ക്ലാസ്സിൽ പഠിച്ച ചീണ്ട എന്നുള്ളൊരു കവിത ഓർമ്മയില്ലേ? ഇപ്രാവശ്യം നമ്മൾ ചീണ്ടി എന്നുള്ളൊരു കവിതയാണ് പഠിക്കാൻ പോണത്. ചീണ്ട വലിയ കട്ടുറുമ്പും ചീണ്ടി ചെറിയ പെണ്ണുറുമ്പുമാണ്. പദോ ആനന്ദമയി കവിത ചീണ്ടി. രണ്ടാമത്തെ പദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? രണ്ടാമത്തെ പദ്യമായിട്ട് ഏതാ വരുന്നത്? ചീണ്ടിയാണ്. ആനന്ദമയി കവിത നല്ല ആനന്ദം ഉളവാക്കുന്ന ഒരു കവിതയാണ്. ചീണ്ടി എന്താ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലെ? 2ാം ക്ലാസ്സിൽ പഠിച്ചു. ചീണ്ടയാണ് അതിൽ പഠിച്ചത് അല്ലെ? ചീണ്ട ഏതാണ്? വലിയ കട്ടുറുമ്പുകളെയാണ് ചീണ്ട എന്ന് പറയുന്നത്. ചീണ്ടി ചെറിയ ഉറുമ്പാണ്. അതായത് ചീണ്ട വരുമ്പോൾ പുല്ലിംഗും ചീണ്ടി സ്ത്രീലിംഗത്തിലാണ് വരുന്നത്. ചെറിയ പെണ്ണുറുമ്പാണ് ചീണ്ടി, വലിയ കട്ടുറുമ്പ് ആണിനെയാണ് ചീണ്ട എന്ന് പറയുന്നത് കേട്ടോ. കവിതയുടെ ശീർഷകം അതാണ്, ആനന്ദമയി കവിത. എങ്ങനെയാ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹർപ്പൽ ചൽത്തി ജാതി ചീണ്ടി ശ്രम का राग सुनाती चींडी कड़ी धूप हो या हो वर्षा दाना चुनकर लाती चींडी सचमुच कैसी कलाकार है घर को खूब सजाती चींडी छोटा तन पर बड़े इरादे नहीं कभी घबराती चींडी नन्हे नन्हे पैर बढ़ाकर पर्वत पर चढ़ जाती चींडी काम बड़े करके दिखलाती जहाँ कहीं अड़ जाती चींडी मेहनत ही पूजा है प्रभु की हमको यही सिखाती चींडी. ആരത് എഴുതിയിട്ടുള്ളത്? പ്രകാശ് മനു എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ? ചീണ്ടി നമുക്ക് നിറയെ കാണാം അല്ലേ? ഇതിലെ ഉറുമ്പുകളൊക്കെ ആ പിക്ചറിൽ നോക്കിയാൽ നിറയെ കാണാം. മീനിങ് പറയാല്ലേ നമുക്ക്? എന്താ മീനിങ് വരുന്നത്? ഹർപ്പൽ ചൽത്തി ജാതി ചീണ്ടി. ഹർ എന്ന് വെച്ചാൽ എന്താ? ഹർ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ? ഓരോ എന്നുള്ള അർത്ഥമാണ്. പൽ എന്ന് വെച്ചാൽ നിമിഷം, ഓരോ നിമിഷവും. ചൽത്തി എന്ന് വെച്ചാൽ എന്താ? നടക്കുകയാണ്. നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആര്? ഉറുമ്പ് അല്ലെ? ഉറുമ്പ് ഇങ്ങനെ നമ്മുടെ ചുറ്റിനും നോക്കിയാൽ കാണാല്ലേ? ഉറുമ്പുകളെ കാണാൻ കഴിയും അല്ലെ? പലതരത്തിലുള്ള ഉറുമ്പുകളുണ്ട് അല്ലെ? കട്ടുറുമ്പുണ്ടായിരിക്കും, ചുവന്ന ഉറുമ്പ് അല്ലെ? ഒരുപാട് തരത്തിലുള്ള ഉറുമ്പുണ്ട്, പുളിയൻ ഉറുമ്പ് ഒക്കെ ഉണ്ട് അല്ലെ? അതിലെന്താ പറയുന്നത്? വലിയ കട്ടുറുമ്പാണ് പറയുന്നത്. അതേതാ? ചീണ്ട. ചീണ്ടി എന്ന് പറയുന്നത് എന്താ? ചെറിയ കുഞ്ഞുറുമ്പാണ് കേട്ടാ. പാഠത്തിന്റെ പേരെന്താണ്? ചീണ്ടി എന്നാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചീണ്ട പഠിച്ചത് അല്ലെ? അപ്പൊ ഇതിലെന്താ പറയുന്നത്? ഓരോ നിമിഷവും നടന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ആര്? ചീണ്ടിയിലെ ഉറുമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വെറുതെ ആണോ നടക്കുന്നത്? അല്ല, പണിയെടുക്കാനാണ് നടക്കുന്നത് അല്ലെ? ശ്രംകാരാഗ് സുനാതി ചീണ്ടി. ശ്രമം എന്താണ്? പരിശ്രമം, പ്രയത്നത്തിന്റെ രാഗങ്ങളാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത്, കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. ആരെ? നമ്മളേനെ അല്ലേ? അല്ലെ? ഉറുമ്പിനെ നമുക്ക് നോക്കിയാൽ കാണാം, അവരിങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഇനി നമ്മളെ അതിനെ തട്ടി മാറ്റിയാലും അവർ വീണ്ടും പഴയ പോലെയായിട്ട് വീണ്ടും ആ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാലോ ഉറുമ്പ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ശ്രമം എന്ന് വെച്ചാൽ എന്താ? പരിശ്രമം, പ്രയത്നം, അധ്വാനം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ പ്രയത്നത്തിന്റെ രാഗങ്ങളാണ് അത് സുനാത്തി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ? നമ്മളേനെ അല്ലേ? ആരാണ് ഇത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഉറുമ്പ് അല്ലേ? അതാണ് ഈ വരിയിൽ പറയുന്നത്. ഉറുമ്പുകൾ ഇങ്ങനെ എപ്പോഴും പണിയെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ 2 വരിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? കടി ധൂപ് ഹോയാ ഹോ വർഷ. കടുത്ത ചൂടാണെങ്കിൽ, ധൂപ് എന്ന് വെച്ചാൽ എന്താ? വെയിലാണ്. നല്ല കടുത്ത വെയിലാണെങ്കിലും പിന്നെന്താണ്? ഹോ വർഷ. അതല്ലെങ്കിൽ മറ്റൊരു കാലാവസ്ഥ ഏതാ പറയുന്നത്? വർഷയാണ്. വർഷം എന്താ? മഴയാണ്. നല്ല കടുത്ത നല്ല മഴ പെയ്യൂലേ? നല്ല മഴ പെയ്യുന്ന സമയമാണെങ്കിലും നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിലും എപ്പോഴും എന്താണ്? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറുമ്പ്? ദാന ചുൻകർ ലാത്തി ചീണ്ടി. ദാന എന്ന് വെച്ചാൽ എന്താ? ധാന്യാണ്. ചുൻകർ ഒരു സ്ഥലത്തു നിന്ന് തെരഞ്ഞെടുത്ത് കൊണ്ടുവരികയാണ് ആര്? ലാത്തി എന്ന് വെച്ചാൽ എന്താ? കൊണ്ടുവരികയാണ് ആര്? ഉറുമ്പ് അല്ലെ? ഉറുമ്പ് കണ്ടിട്ടില്ലേ? ധാന്യമണികളൊക്കെ നല്ല മഴക്കാലം ആകുമ്പോഴേക്കും അവര് ശേഖരിച്ചു വെക്കും അല്ലേ? നാളെ കാണിച്ചു തന്നില്ല? ഉറുമ്പിന്റെ കൂടിന്റെ അവിടെ ആ മരക്കഷ്ണത്തിന്റെ അടിയിൽ നിറയെ അരിമണികൾ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ? നല്ല അടുക്കും ചിട്ടിയായിട്ടില്ല അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഉറുമ്പുകൾ അങ്ങനെ അവയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അതിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് അവയുടെ കൂട്ടില്. അത് ഏത് കാലാവസ്ഥയാണെങ്കിലും പണിയെടുക്കാതിരിക്കണില്ലേ? നമ്മൾ വിചാരിക്കൂലേ നല്ല മഴയല്ലേ എന്നാ പുറത്തേക്ക് ഇറങ്ങണ്ട, ഇനി നല്ല വെയിലാണെങ്കിലും നമുക്കൊരു മടി ഉണ്ടാവൂലേ? പക്ഷെ ഉറുമ്പുകൾക്ക് അങ്ങനെ ഒരു മടിയില്ല എന്ന് പറയാണ്. അവരവരുടെ ജോലികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വരിയിൽ നോക്കൂ. സച്മുച്ച് കേസി കലാകാർ ഹേ ഘർ കോ ഖൂബ് സജാതി ചീണ്ടി. സത്യത്തില്
എത്രമാത്രം നല്ല കലാകാരനാണെന്ന് പറയാണ്. ആരെയാ കലാകാരനായിട്ട് പറയുന്നത്? ഉറുമ്പിനെ അല്ലേ? സത്യത്തില് സച്ച് എന്ന് വെച്ചാൽ സത്യത്തിൽ എത്രയോ വലിയ കലാകാരനാണെന്ന്. ആര്? ഉറുമ്പ് അല്ലേ? ഗർക്കോ ഗൂപ് സജാതീച്ചിണ്ട്. അത് പറയാനുള്ള കാരണം എന്താണ്? ഗർ എന്താണ്? വീടാണ്. വീടിനെ നല്ലവണ്ണം അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്, നല്ല ഭംഗിയായിട്ട് മോടി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആര്? ഉറുമ്പ് അല്ലേ? നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും എന്തൊക്കെയോ പണികളൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ആര്? ഉറുമ്പ് അല്ലേ? ആദ്യം പിക്ചറിൽ നോക്കിയാൽ കാണാം. ദേ ഉറുമ്പ് കണ്ടോ, നല്ല ഭംഗിയായിട്ട് കുറെ ഉറുമ്പുകൾ താഴെയും എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട് അല്ലെ, ഇലകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഉറുമ്പ് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നല്ല ഭംഗിയായിട്ട് വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. കലാകാരൻ എന്ന് പറയാൻ കാരണം എന്താ? നല്ല കലാകാരന്മാരെ കേട്ടിട്ടില്ലേ? ഏതാ ശില്പങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ, പലതരത്തിലുള്ള കലാകാരന്മാരുണ്ട് അല്ലെ. ഒരു കലാകാരൻ എത്തരത്തിലാണ് അവയുടെ ആ നിർമ്മിതി നല്ല ഭംഗിയിൽ ചെയ്യുന്നത്, അതുപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് ആര്? ഇവിടെ ഉറുമ്പുകളും അല്ലെ. താഴെ ഉറുമ്പ് കണ്ടോ, ധാന്യമണികളൊക്കെ പൊന്തിച്ചു കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അത് അവയ്ക്ക് പറ്റുന്ന ഭാരമല്ല, അതിലും കൂടുതലുള്ള ഭാരമായാലും അവർ ഏറ്റി കൊണ്ടുവരും അല്ലെ. താഴെ കണ്ടോ, ഒരു ഫ്രൂട്ട് കയ്യിലുണ്ട്, പിന്നെന്താ ഒരു പഴം കയ്യിൽ പിടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ താഴെ എന്താ മരക്കഷ്ണം 2 പേര് കൂടിയിട്ടാണ് ഏറ്റി കൊണ്ടുവരുന്നത് അല്ലേ. ഞാൻ അടുത്ത വരിയിൽ നോക്കൂ. ചോട്ടാ തൻ പർ ബഡേ ഇരാതെ നഹി കബി ഘബരാത്തി ചേണ്ടി. ചെറിയ ശരീരമാണ്. ചോട്ടാന്ന് വെച്ചാൽ എന്താ? ചെറുത്. തൻ എന്ന് വെച്ചാൽ എന്താ? ശരീരം അല്ലെ. ഉറുമ്പിനെ നോക്കിയാൽ നമുക്കറിയാം, കൊച്ചു ജീവിയാണല്ലോ അത് അല്ലെ. അതിന്റെ ശരീരം അത്ര വലിപ്പമുള്ളതല്ല. പർ ബഡേ ഇരാതെ, പക്ഷെ അവരുടെ ചിന്തകള് എങ്ങനെയാണ്? ഇരാതെ, ആ ഉദ്ദേശങ്ങളും. ഇരാതെ എന്ന് വെച്ചാൽ എന്താ? ഉദ്ദേശം, വിചാരം എന്നൊക്കെ അർത്ഥമാണ്. എന്ന് ജോലി, അതിന്റെ ഉദ്ദേശങ്ങളൊക്കെ വളരെ വലുതാണെന്ന് പറയണം അല്ലെ. വലിയ വലിയ ജോലികളല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോട്ട എന്നുള്ളത് എന്താ? ചെറുത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത്? ബെഡ. ചോട്ട എന്ന് വരുമ്പോ എന്ത് വരും? ബെഡേ വരും. ചോട്ടി വരുമ്പോ ബെഡി എന്ന് വരും കേട്ടാ. അപ്പൊ ചോട്ടാന്ന് വെച്ചാൽ ചെറുതും, ബെഡാന്ന് വെച്ചാൽ വലുതും കേട്ടാ. അപ്പൊ വലിയ വലിയ ചിന്തകളാണ് അല്ലെ, വലിയ ലക്ഷ്യങ്ങള് അല്ലെ, അതെല്ലാം വലിയത് കിട്ടുള്ളൂ എന്ന് പറയാം. അതുപോലെ വലിയ വലിയ കാര്യങ്ങളാണ് ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉറുമ്പ് അല്ലെ. ചെറിയ ജീവിയാണെങ്കിലും വലിയ ജോലികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഹി കബി ഘബരാത്തി ചേണ്ടി അല്ലെ. ആ ഉറുമ്പുകൾ ഒരിക്കലും, കബി എന്ന് വെച്ചാൽ എന്താ? ഒരിക്കലും എന്താണ്? ഘബരാത്തി, പേടിക്കുന്നില്ല എന്ന്. നഹി വന്നതുകൊണ്ട്, നഹി വരുമ്പോഴാണ് ഇല്ല അല്ല എന്നുള്ള അർത്ഥം വരിക കേട്ടാ. ഒരിക്കലും പേടിക്കുന്നില്ല എന്ന് ആര്? ഉറുമ്പ് അല്ലെ. ഘബരാത്തി എന്ന് വെച്ചാൽ പേടിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഒരു നഹിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നഹിക്ക് എന്താ അർത്ഥം? ഇല്ല അല്ല എന്നുള്ള അർത്ഥമാണ്. നഹി കബി, ഒരിക്കലും പേടിക്കുന്നില്ല. ഒരു ജോലിയും അവർ പേടിയോടുകൂടി കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് മാറ്റി വെക്കുന്നില്ല എന്ന്. പിക്ചറിൽ നോക്കിയാൽ അറിയാം ഉറുമ്പുകൾ ചെയ്യുന്ന ജോലി. ഒരാളോ 2 ആളൊക്കെ വെച്ചിട്ട് അവർ അവരുടെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അടുത്ത വരിയിൽ നോക്കൂ. നന്നെ നന്നെ പേർ ബടാക്കർ പർവ്വത് പർ ചട് ജാതി ചീണ്ടി. നന്നെ എന്ന് വെച്ചാൽ എന്താ? ചെറിയ എന്നുള്ള അർത്ഥമാണ്. പേർ എന്ന് വെച്ചാൽ എന്താണ്? കാലാണ്. ഉറുമ്പ് കുഞ്ഞു ജീവിയാണ് അല്ലെ. അപ്പൊ അവരുടെ കാലുകളും ചെറുതായിരിക്കും അല്ലെ. ആ ചെറിയ ചെറിയ കാലുകൾ നീട്ടിക്കൊണ്ട്, ബടാക്കർന്ന് എന്താ? നീട്ടിക്കൊണ്ട് എന്താ ചെയ്യുന്നത്? പർവ്വത് പർ ചട് ജാതി ചീണ്ടി അല്ലെ. പർവ്വതത്തിന്റെ മുകളിൽ വരെ കയറുന്നുണ്ടെന്ന് അല്ലെ. പർവ്വതം അത്ര വേഗം കയറാൻ പറ്റിയ ഒരു സ്ഥലമല്ല അല്ലെ, ഓടി കയറാൻ പറ്റിയതല്ല. അതിന്റെ മുകളിൽ പോലും കയറുകയാണ് ആര്? ഉറുമ്പ് അല്ലെ. ചെറിയ കാലുകൾ വെച്ചിട്ടാണ് അവരത് പോലും ചെയ്യുന്നതെന്ന് പറയാണ്. ചടനാന്ന് വെച്ചാൽ എന്താ? കയറുക എന്നുള്ള അർത്ഥമാണ്. അടുത്ത നോക്കൂ. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? കാം ബെഡേക്കർ കേദിക്കലാത്തി ജഹാം കഹി അഡ്ജാതി ചീണ്ടി. കാം അവരുടെ ജോലികള്, ബെഡേക്കർ കേദിക്കലാത്തി വലിയ ജോലികൾ, എത്ര വലിയ ജോലിയും നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ജഹാം കഹി അഡ്ജാതി ചെയ്യണ്ടി, ആ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു തടസ്സം ഉണ്ടാവുന്നില്ല, ആരും അവരെ തടഞ്ഞു നിർത്തുന്നില്ല. എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് വിട്ടു നിൽക്കും, മാറി നിൽക്കൊന്നും ആര് ചെയ്യുന്നില്ല? ഉറുമ്പുകൾ. അഡ്ജാന എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എവിടെയെങ്കിലും തടയപ്പെട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഷാഢ്യം പിടിച്ച് നിൽക്കുകയോ അല്ലെ, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുമാറി നിൽക്കുന്നില്ല എന്ന് പറയാണ് ആര്? ഉറുമ്പ് അല്ലേ. അപ്പോൾ വലിയ ജോലിയാണെങ്കിലും ചെറുതാണെങ്കിലും എല്ലാം ഉറുമ്പുകൾ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അടുത്ത ലാസ്റ്റ് വരിയിൽ എന്താ വരുന്നത്? മെഹനത് ഹി പൂജ ഹെ പ്രഭു കി ഹംകു ഹി സിഗാത്തി ചീണ്ടി. മെഹനത്ത് എന്ന് വെച്ചാൽ എന്താണ്? അധ്വാനാണ്. അവരവർ ചെയ്യുന്ന ജോലികൾ, പ്രവൃത്തികൾ, പ്രയത്നം. ആ പ്രയത്നം തന്നെയാണ്, അധ്വാനം തന്നെയാണ് പൂജ എന്ന്. ആരോടുള്ള പൂജയാണ്? പ്രഭു. പ്രഭു ആരാണ്? ഈശ്വരൻ. ഈശ്വരനോട് ഉള്ള പൂജയായിട്ട് കാണുന്നത് എന്താണ്? അധ്വാനം, അതായത് അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ, പ്രവൃത്തികൾ. ഇവിടെ ഉറുമ്പിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഇങ്ങനെ
ധാന്യമണികൾ ശേഖരിക്കുന്നു, അതുപോലെ വീടൊക്കെ നല്ല വൃത്തിയായി ഭംഗിയായിട്ട് വയ്ക്കുന്നത്, ഇതൊക്കെയാണ് ഉറുമ്പിൻ്റെ ജോലി. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം, എന്ത് ജോലിയാണോ അതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് പറയാണ്. ഇപ്പോൾ ഈശ്വരനെ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ പൂജിച്ചാവോ, ഈശ്വര എനിക്കെല്ലാം തരണേന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈശ്വരനെ പൂജിച്ചിരുന്നുകൊണ്ട് നമുക്കെല്ലാം കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ കർമ്മങ്ങളും ചെയ്യണം അല്ലേ? അതും കൂടി ചെയ്താലോ അല്ലേ? ഈശ്വരനെ എപ്പോഴും പൂജിച്ചിരിക്കാണ്ട് നമ്മുടെ കർമ്മങ്ങൾ നന്നായി ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ അധ്വാനാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് പറയാണ്. ഹംകോ യഹി സിഖാത്തി ചീണ്ടി, നമ്മളെ പഠിപ്പിച്ചു തരുന്നതാര്? ചീണ്ടില്ലേ. നമ്മൾ മുന്നത്തെ പാഠത്തിൽ പഠിച്ചു അല്ലേ? എന്താ ഫസ്റ്റ് ലെസൺ എന്താ? സീക്കോ പഠിച്ചു. ഇവിടെ സിഖാത്തി എന്താ? നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ള അർത്ഥമാണ്. അതിൽ കണ്ട അതേ വാക്കാണ്. ഹംകോ യഹി സിഖാത്തി ചീണ്ടി, നമ്മൾക്ക് ഇതാണ് പഠിപ്പിച്ചു തരും, നമുക്ക് കാണിച്ചു തരുന്ന ആര്? ഉറുമ്പ് അല്ലേ? അപ്പൊ ഇതിൽ കുറേ നല്ല കാര്യങ്ങൾ ഉറുമ്പ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? ആരത് എഴുതിയിട്ടുള്ളത്? പ്രകാശ് മനു എഴുതിയിട്ടുള്ള നല്ലൊരു കവിതയാണ് അല്ലേ? ആ പിക്ചറിൽ നോക്കിയാൽ കാണാല്ലേ ഉറുമ്പുകൾ ചെയ്യാത്ത ജോലികളൊന്നുമില്ല, എത്ര വലിയ ജോലി അവർ ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല കവിതയാണോ അത്? അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? ഉറുമ്പുകളെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു അല്ലേ? എത്ര വലിയ ജോലിയും ചെയ്യാൻ പറ്റുന്നു അല്ലേ? ചെറുതാണെങ്കിലും വിട്ടുമാറി നിൽക്കുകയോ അല്ലെങ്കിൽ അവനവനുള്ള ഭക്ഷണം തേടി കണ്ടെത്താതിരിക്കുക, ഏത് കാലാവസ്ഥയാണെങ്കിലും അത് അതിൻ്റെ ജോലികൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കവിതയിൽ നമ്മൾ പഠിക്കുന്ന പാഠം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രയത്നം എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തികൾ എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. ചെയ്യേണ്ടത് നല്ല കുട്ടികളായിട്ട് നാളേക്ക് മാറ്റി വെക്കാതെ, എനിക്ക് പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല വെച്ചിട്ട് അതിന് വിട്ടുമാറി നിൽക്കാതെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് അതൊക്കെ പഠിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ?